യാത്രകൾ ചെയ്യാനും നാടുകൾ കാണാനും പരിമിതികളുള്ളവർക്ക് പുസ്തകം ഒരേ സമയം അതിജീവന മാർഗവും ഏറ്റവും വലിയ സമ്പത്തുമാകും. പുസ്തകങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അക്ഷരോത്സവ വേദിയിലെത്തിയ ചിലരെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒരു ദുഃഖത്തിൽ നിന്ന് ഒരു എല്ലാ കാലവും ജീവിതം അങ്ങനെയല്ല. അതിലൊരു മാറ്റം വരാം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് എല്ലാ കാലത്തും വകയുണ്ട് എന്നുള്ളത് ഈ വായനയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ശരീരം തളർത്തിക്കഴിഞ്ഞപ്പോഴെല്ലാം ബാലുവിനും ജ്വലിനും കൂട്ട് പുസ്തകങ്ങളായിരുന്നു. ലോകം കാട്ടിത്തന്ന എഴുത്തുകാരെ കാണണം, കേൾക്കണം. വേദികളിൽ ഓരോന്നിലും കയറിയിറങ്ങുകയാണവർ. പാവങ്ങൾ വായിച്ചത് ഓർമ്മയുണ്ട്. ആ ഒരു ടൈമിൽ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഓർമ്മിക്കുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ലോകത്തിലെ എല്ലാ ഭാഗത്തും കഷ്ടപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണെന്നാണ് വിക്ടർ ഹ്യൂഗോ അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൽ ഫന്തിൻ്റെ ആയാലും ഇപ്പോൾ ജീൻ വൾജിൻ്റെ തന്നെ ആയാലും പ്രശ്നങ്ങൾ വയ്ക്കുമ്പോൾ നമ്മുടെ കാലഘട്ടം വ്യത്യാസമാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചെങ്കിലും അതിൽ നിന്നൊക്കെ അവർ അതിജീവിച്ച് വരണമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മാതൃഭൂമിയുടെ ഈ ഒരു അക്ഷരോത്സവം വന്നതിന് ശേഷമാണ് ഒരു കൾച്ചറൽ ഫെസ്റ്റ് എന്ന നിലയിൽ, അതായത് വായന മാത്രമല്ല അതിന് അതീതമായിട്ടുള്ള കൾച്ചറൽ ആസ്പെക്റ്റുകളൊക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് പരിപാടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ അക്സസിബിളാണ്. സീസൺ കഴിയും തോറും അത് കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ വളരെ അക്സസിബിളാണ്. ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം. 77-ാം വയസ്സിൽ ചർച്ചകൾ മാറി മാറി കേൾക്കുകയാണ് സുമ. വായിച്ച പുസ്തകങ്ങളെ ഓർത്തെടുക്കാനുള്ള ശ്രമം. കൽപ്പറ്റ നാരായണൻ്റെ കവിതയൊക്കെ കേട്ടു. അദ്ദേഹത്തിൻ്റെ കവിതയിലാവും അമ്മ മരിച്ചതിനെക്കുറിച്ചുള്ള, അപ്പോൾ എല്ലാറ്റിനും അമ്മ വിലക്ക് വെക്കുന്നു, പക്ഷെ അദ്ദേഹം ഹൃദയം പൊട്ടിയാണ് അത് പറയുന്നത്, അമ്മ മരിച്ചത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ കുറേ കവിതകളൊക്കെ വായിക്കുമായിരുന്നു. കോളേജിൽ പഠിച്ച കാലത്ത് ചെറിയ കവിതകളൊക്കെ എഴുതുമായിരുന്നു. അതിൽ നിന്നെല്ലാം ജീവിതം മുൻപോട്ട് പോകുന്നില്ലേ, പ്രശ്നങ്ങളും മക്കളെ വളർത്തും ജോലിയും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് വായനയിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി പുറകോട്ട് പോകേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ കുറേയൊക്കെ വായിക്കും, എങ്കിലും ഇപ്പോൾ വായിച്ച് എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല അധികം, എങ്കിലും ഞാൻ വായിക്കും. പറയാത്ത അറിയാത്ത കഥകളുള്ള മനുഷ്യർ അനേകമുണ്ട്. കനകക്കുന്നിൽ കണ്ട മുഖങ്ങളിൽ അധികവും അക്ഷരങ്ങളുടെ കൂട്ടുകാരാണ്. അവർക്കിത് കാത്തു കിട്ടുന്ന ഒരു ഉത്സവകാലമാണ്. ആന്റണി ഗ്രിഗറിക്കൊപ്പം സൗമ്യ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.